ഇവിടെ എറണാകുളത്തേക്ക് വരുന്നത് ഡയറക്റ്റ് എന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഞാനാണ് ഉം, ചെന്ന് KSRTCന്ന് പിക്ക് ചെയ്ത് അവര് രണ്ടാളെയും ഞാനാണ് പിക്ക് ചെയ്ത് കൊണ്ട് എന്റെ കസിൻ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, എടാ വണ്ടിയായിട്ട് വരണം, രാത്രിയിൽ അവരുടെ വണ്ടി വരിക, അപ്പോ ഓട്ടോയിൽ എന്തായാലും ലഗേജ് ഉണ്ട്, കയറാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വണ്ടിയായിട്ട് വന്നിട്ടാണ് ഞാൻ പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഉം, ഈ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ പറയാം. ഉം, ഈ വീഡിയോ ഞാൻ കാണുന്നു, ഈ കുഞ്ഞിന്റെ വീഡിയോ കാണുന്നു. അപ്പോ കുട്ടികളെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. ആ കുട്ടി അത്രയും വിഷമിച്ചിട്ടാണ് കരയുന്നത്. എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പൊ ഉം, അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എടാ നീ ഒരു പെണ്ണാണ്, അപ്പൊ നീ ഒരു അമ്മയാണ്, നീ അതും കൂടെ മനസ്സിലാക്കിയിട്ട് നീ ജീവിക്കുക. ഉം, നിന്റെ അടുത്തോടെ നിനക്ക് അറിയുന്ന ജോലി ഉണ്ടല്ലോ. അപ്പൊ നിന്റെ ജോലി ഉം, എന്താന്ന് എനിക്കറിയില്ല, നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അത് നിനക്ക് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. എന്താണോ ഉം, നിനക്ക് ഇഷ്ടമുള്ള ആ സാധനം ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനാവില്ല. കാരണം എനിക്ക് ഓൾറെഡി അവിടെ ക്ലയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഉം, അവരെ ആരും എനിക്ക് ഇതിനകത്ത് ഇടപെടുത്താനാവില്ല. പക്ഷെ എറണാകുളം പോലൊരു സിറ്റിയിൽ, ഞാൻ ലിവിങ് എറണാകുളമാണ്. എറണാകുളം ഉം. പോലെ സിറ്റിയില് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ്. ഏത് ടൈപ്പ് ഓഫ് ജോബ് വേണേലും നമുക്ക് അത് നമുക്ക് പുറത്തു പോയി ചെയ്യണം എന്നില്ല. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താൽ മതി. വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ കുക്കിംഗ് ചെയ്യും നന്നായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉം, ഓക്കെ, നമുക്കൊരു കാര്യം എന്റെ ഫ്ലാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നിനക്ക് മാറി താമസിക്കണം എന്ന് തോന്നുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ നീ മാറിക്കോ, എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ നിനക്ക് ആ മുറിയിലേക്ക് പോലും ഞാൻ വരത്തില്ല. അത് നിങ്ങളുടെ ഫ്രീഡം പ്ലേസ് ആണ്. അതിലേക്ക് ഉം, ഞാൻ ഇടപെടാൻ വരില്ല. നീ ആലോചിക്കും, ഇവിടെ നിന്ന് സ്റ്റേബിളായി കാലുറച്ചതിന് ശേഷം ഒരു വീട് വാടകയ്ക്ക് മാറുക എന്നാ ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ വാടകയ്ക്ക് ഉം, കിടക്കുന്ന ആളായതുകൊണ്ട് ആ വാടക എത്തിക്കാനും ഓരോ കാര്യങ്ങൾ എത്തിക്കാനും നമുക്ക് ആ ഒരു പൈസ ഉം, ഇവളുടെ ആവശ്യത്തിന് ഉപകരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് ഇപ്പൊ ഒരു 15,000 വാടക കൊടുക്കണം. ആ ഉം, 15,000 ഇവളുടെ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് നടത്താം. ഞാൻ പറഞ്ഞിരുന്നു, കാക്കനാടാണ് ചികിത്സ നടത്തേണ്ട സ്ഥലം. അവിടെ പോയി ഉം, ഡോക്ടറെ കാണാം. എന്നിട്ട് ഉം, കണ്ടിന്യൂ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചിട്ട് ചെയ്യണം. എപ്പൊ കുട്ടി ഒന്നുകൂടി റിക്കവർ ആവും എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ട കുറെ കുട്ടികൾ അവിടെ പോയി കാണുന്നുണ്ട്, പേരൻസ് കാണിക്കുന്നുണ്ട്. അവര് എന്നെ വിളിച്ചിട്ട് പറയണ്ട, അനു നല്ല റിക്കവർ ആയിട്ട് മോന് വൈകി. ഞാൻ ഇടയ്ക്ക് ആ പിള്ളേരെ കാണാൻ പോവാറുമുണ്ട്. ഇപ്പൊ ഉം, അവര് പേരെടുത്ത്, അത് അനു ആന്റി അല്ലെ അനു അമ്മ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ലെവലിലേക്ക്, അല്ലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, എടാ എടാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരുമോ, അമ്മോനെ എടുത്തിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോ അത് എടുത്ത് വരാൻ പാകത്തിന് ആ കുട്ടികള് ആയി, ഉം, ഡെവലപ്പായി. ഉം, അപ്പോ ഉം, വന്നു. അത് കഴിയുമ്പോഴാണ് സുനിത എന്ന് പറഞ്ഞ ചേച്ചിയെ എന്നോട്, എന്റെ ഒരു ഫ്രണ്ട് വരും, ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാനിപ്പോ എന്താ, നീ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. സോ നിന്റെ ഫ്രണ്ട്സ് ആണ്, നീ എന്റെ വീട്ടിൽ താമസിക്കുന്നു എന്ന് കരുതി നിന്റെ ഒരു ഫ്രീഡം നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം, നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ നീ തന്നെ ചെയ്തു. ഞാൻ എനിക്ക് അങ്ങനെ ഉം, എന്നോട് ചോദിച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഉം, ഉം, അപ്പൊ ഉം, അങ്ങനെയാണ് സുനിത ചേച്ചി വീട്ടിലേക്ക് ഫസ്റ്റ് ടൈം വരുന്നത്. അപ്പൊ ഉം, ഞാനന്ന് വർക്കിന് പോവാൻ ധൃതിപ്പെട്ട് ഇറങ്ങുമോ മറ്റോ, അത് ഇറങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ സുനിത ചേച്ചി പറഞ്ഞു, സുനിത ചേച്ചി ഉം, വർക്ക് ഉണ്ട്, ഞാൻ തിരക്കാം, ഒരു വെയിറ്റിംഗ്, അതുകൊണ്ടാട്ടോ കാണാൻ കേട്ടോ എന്ന് പറഞ്ഞു. ജസ്റ്റ് അത്ര മാത്രം ഞാൻ ചേച്ചിയോട് സംസാരിച്ചു. ഞാൻ അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഉം, ചേച്ചി ഒരു പ്രാവശ്യം കൂടെ വീട്ടിൽ വന്നു എന്ന് തോന്നുന്നു. അതെ, ഒരു പ്രാവശ്യം കൂടി ചേച്ചി വീട്ടിൽ വന്നു. ഉം, അങ്ങനെയാണ് സുനിത ചേച്ചിനെ പരിചയം. അത് കഴിഞ്ഞിട്ട് ഇവളൊരു കുറച്ചൊരു ഒരു മാസം, ഒരു മാസം അടുപ്പിച്ച്, കറക്റ്റ് ഒരു മാസം അടുപ്പിച്ച് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കണതിന് മുന്നേ ആട്ടോ വന്നേ. സ്കൂൾ ഉം, തുറക്കണതിന് മുന്നേ വന്ന്, സ്കൂൾ തുറക്കണേന്റെ തൊട്ട് മുന്നേ ആണ് വീട് റെഡിയാവുന്നത്. അതാണ് ഞാൻ ഒരു മാസം പറഞ്ഞത്. ആ ഉം, സ്കൂൾ തുറക്കണതിന് ഒരു മാസം മുന്നേ വന്ന്. ഉം, എന്നിട്ട് വീട് റെഡിയാവുന്നു, അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു കുട്ടി, ആ കുട്ടി ഇവിടെ അല്ല, ഗൾഫ് കൺട്രിയിൽ എവിടെയോ വർക്ക് ചെയ്യുന്ന ആ കുട്ടിയുടെ ഉം, ക്രെഡിറ്റ് കാർഡ് തരാം, അത്യാവശ്യ സാധനങ്ങൾ എടുക്കാം, EMI എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നിനക്കൊരു കട്ടില് വീട്ടിലുണ്ട്. ഉം, ഞാനും മോനും ഉള്ളൂ വീട്ടില്. അപ്പൊ കട്ടിലുണ്ട് വീട്ടില്, അത്യാവശ്യം പാത്രങ്ങൾ ഇവിടുന്ന് എടുത്തോ, മേശയും കസേരയും എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു, വേണ്ട, എനിക്ക് ഇങ്ങനെ ഒരാൾ വാങ്ങി തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ നമ്മള് ലിവിങ് തുടങ്ങുമ്പോ തന്നെ എക്സ്പെൻസ് ആവില്ല. ചിലപ്പോ ആ ഒരു പൈസ കൊണ്ട് നിനക്ക് നാളെ ഒരു ആവശ്യം വരില്ലേ, കുട്ടിയുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാലോ. ഇപ്പൊ ഉം, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വാങ്ങിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഉം, അപ്പൊ അവളവിടെ ഉം, പോയിട്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, വരണം. യെസ്, ഞാൻ വരാം. ഇല്ലാന്നൊന്നും ഞാൻ നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്ത് വന്നതാണ്. അല്ലാതെ ഞാൻ അവളെ മോശമായി കാണുന്നു, അല്ലെ വേണ്ടാന്ന് വെക്കുന്ന ഒരാളല്ല. ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്തും കുറെ പ്രാവശ്യം എനിക്ക് വോയിസ് ഇട്ടു. ഞാൻ 2 പ്രാവശ്യം എന്റെ മകനെ ഓട്ടോയിൽ പറഞ്ഞു വിട്ടു, ഈ ഗ്യാസ് കുറ്റിയും ഡ്രസ്സും എടുത്ത് കൊടു. അവളുടെ ഡോറിന്റെ ഫ്രണ്ടിൽ എടുത്ത് വെച്ചത്. എന്റെ മകൻ അത് എടുത്ത് കൊണ്ടുവന്നോളൂ. ഉം, അവന് അതിനുള്ള ആരോഗ്യമുണ്ട്. അവൻ എടുത്തു കൊണ്ടുപോകും. 2 പ്രാവശ്യം ഓട്ടോയും പറഞ്ഞു വിട്ട്, ഇവള് പറഞ്ഞു, നിന്റെ അമ്മ വരാതെ സാധനം തന്നു വിടത്തില്ല അപ്പോ, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കാക്കനാട് വരുന്ന സമയമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഈ ഉം, ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ബെല്ലടിച്ചു, അവളില്ല. ഇവള് രാവിലെ എനിക്ക് വോയിസ് ഇട്ടേക്കുന്ന അതിനകത്ത് ക്ലിയർ ആണ്. അതായത് ഞങ്ങൾ ഇവിടുന്ന് വീട് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ നിന്റെ സാധനങ്ങൾ വെളിയിൽ വെക്കാൻ സെക്യൂരിറ്റി സമ്മതിക്കില്ലാന്ന്. അപ്പൊ ഞാൻ ഉം, ഈ ചെല്ലുമ്പോൾ ഇവള് ഇവിടില്ല. സെക്യൂരിറ്റി ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്റെ കുറച്ച് സാധനങ്ങളുണ്ട്, അപ്പൊ ഞാനിപ്പോ വർക്കിന്റെ ടൈമിൽ വന്നതാണ്, അപ്പൊ അവൾ ഇവിടെ ഇല്ല. അപ്പൊ എന്തായാലും എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല ഏട്ടാ, ഞാൻ പോട്ടെ, ഇവിടെ വെളിയിൽ വെക്കും, ഡോറിന്റെ ഫ്രണ്ടിൽ. ഞാൻ ഇന്ന് തന്നെ വന്ന് എടുത്തോളാം, പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല, അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കണതിന് പ്രശ്നമില്ല, പക്ഷെ ഇന്ന് തന്നെ എടുക്കണം. ഞാൻ ഇന്ന് തന്നെ എടുക്കും. സാധനം വെളിയിലുണ്ട് എന്ന് പറഞ്ഞാല് എനിക്ക് ആരെയും വിടേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ ഊബർ ഉണ്ട്, പോർട്ടർ ഉണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ആപ്പുകളുണ്ട്, ഓൺലൈൻ ആപ്പുകളുണ്ട്. എനിക്കൊരു ഉം, ഊബർ ബുക്ക് ചെയ്തിട്ട് എടാ ഇന്ന സാധനം പിക്ക് ചെയ്യാനാന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു 100 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി, അവർ പോയി പിക്ക് ചെയ്തോളൂ. എന്റെ സമയം അവിടെ വേസ്റ്റ് ആവില്ല.
ഇവളിങ്ങനെ പറഞ്ഞപ്പോ എന്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ ആ ഡ്രസ്സും ഗ്യാസ് കുറ്റിയല്ലേ, അത് പോണെങ്കിൽ പൊക്കോട്ടെ, പോയാൽ കൂടി ഒരു 5000 രൂപയല്ലേ നമ്മളെ പോവുള്ളൂ, അത് പൊക്കോട്ടെ, അത് എടുക്കണ്ട, അതിനകത്ത് വേറെ എന്തെങ്കിലും ട്രാപ്പ് പുള്ളിക്കാരത്തി ഒപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധം പറഞ്ഞിട്ട് അമ്മ തന്നെ വന്നെന്ന് നിർബന്ധം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതെ. എടാ എന്തായാലും ഞാൻ പറഞ്ഞു, എടാ നമ്മള് അത്രയും പൈസ മുടക്കി മേടിച്ച തുണിയും കാര്യങ്ങളും അല്ലേ, അതെ ഞാൻ അങ്ങനെ പോകുന്നു. അപ്പൊ എന്റെ മകനും എന്റെ ഡ്രൈവർ പയ്യനും എന്റെ കൂടെ ഉണ്ട്. അപ്പോ ഞാൻ ഇവരെ രണ്ടാളോടും പറഞ്ഞു, രണ്ടാളും പുറത്ത് നിൽക്കാം, ഞാൻ വിളിക്കണം മാത്രം വന്നാൽ മതി, അത് അപ്പു വരണ്ട, എബി വന്നാൽ മതി, അതായത് എന്റെ ഡ്രൈവർ പയ്യൻ വന്നാൽ മതി, നീ പെരക്കകത്ത് കയറണ്ട കേട്ടല്ലോ, നീ വെളിയിൽ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവനെ വെളിയിൽ നിർത്തിയിട്ട് ഇവള് ഗ്യാസ് കുറ്റി അടുക്കളയിൽ നിന്ന് എടുത്ത് ഹാളിന്റെ അവിടെ കൊണ്ടുവച്ചിട്ട് എന്നോട് എടുത്തോളാൻ പറഞ്ഞു. എനിക്കൊരു ആക്സിഡന്റ് പറ്റിയതാ, അപ്പൊ എനിക്ക് വെയിറ്റ് എടുക്കാൻ മേല നടുവിന്. അപ്പൊ എബി അതുപോലെ വന്ന് ഗ്യാസ് കുറ്റി എടുക്കുന്നു, എബി പുറത്ത് പോകുന്നു. അപ്പൊ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഡോർ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, അതായത് ഡോർ തുറന്ന് ഞാൻ വെച്ചേക്കുന്ന ഡോറിന്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവളോട് അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞു, ആ എടാ ഇതേ ഈ ഡ്രസ് അല്ലേ നിന്റേത്, നീ എടുക്കുക എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയിട്ട് അത് എടുത്ത് അവളുടെ സോഫ ഇരിക്കുന്ന സ്ഥലത്ത്, അത് അവളുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം, സോഫ ഡയറക്റ്റ് ഡോറിന്റെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്, ഡോർ തുറന്നാണ് കിടക്കുന്നത്, പുറമെ ആൾക്ക് എല്ലാം കാണും, ആൾക്കാർക്ക് കാണാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. എന്റെ മോൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗത്ത് തന്നെ നിന്നത്. കാരണം ഞാൻ ചെല്ലുമ്പോ തന്നെ ഇവള് ഫോൺ എടുത്ത് ഇങ്ങനെ എനിക്ക് നേരെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇവള് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവള് റെക്കോർഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, റെക്കോർഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ സാധനമാണ് ഇന്ന് രാവിലെ ആദ്യ ചാനൽ ഇങ്ങനെ വന്നു. അപ്പൊ ഈ റെക്കോർഡ് ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ എന്റെ ഫോൺ ഓൺ ആകുന്നത്. എന്റെ ഫോൺ പോക്കറ്റിലാണ് ഉണ്ടായിരുന്നത്. ആളുടെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ എന്റെ കയ്യിൽ തന്നെ ഫോൺ പിടിച്ചതാണ്. അപ്പത്തേക്കും ആള് സാധനം എടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ലാഗാക്കുന്നുണ്ട്. ഞാൻ തനു എന്റെ പണിക്കാരോടെ വെയിറ്റ് ചെയ്യുന്നത്, എനിക്ക് പോണം, നീ സാധനം എടുത്താ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവള് പറഞ്ഞു, എനിക്ക് കുറെ കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്, അതുകൊണ്ട് നീ ഒരാളോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരാളോട് സംസാരിക്കാനില്ല, നീയുമായി ബന്ധപ്പെടുന്ന ഒരാളോടും ഇനി എനിക്ക് സംസാരിക്കാനില്ല. ആകെ ഞാൻ സംസാരിച്ചത് ആ സമീറ എന്ന് പറഞ്ഞ കൊച്ച, അത് ഞാൻ ആ ബർത്ത്ഡേയുടെ അന്നാണ് അതിനെ കാണുന്നത്. അതിന് മുന്നേ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഈ ഫോൺ 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറാണ് എന്റെ ഫോൺ. അതുകൊണ്ട് ഞാൻ ഈ ഫോൺ എവിടെ വേണേലും എവിഡൻസ്. ഇതിനു മുന്നേ സമീറയുടെ ഫോണിലേക്ക് ഒരു കോളോ സമീറയുടെ ഒരു കോളോ എനിക്കോ വന്നിട്ടുണ്ടല്ലോ, ഒരു മെസ്സേജോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവള് പറയണത് എന്തും ഞാൻ അനുസരിക്കാൻ തയ്യാറാ. അവളുടെ കാല് പിടിക്കണോ ഞാൻ പിടിക്കാൻ തയ്യാറാ. എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ സമീറയെ കാണുന്നത് ആ ബർത്ത്ഡേയുടെ അന്നാണ്. അപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, സമീറ എന്റെ ഫ്രണ്ടാണ് കേട്ടോ, അനു, ഇത് അനു എന്റെ ഫ്രണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞ അവള് പരിചയപ്പെടുത്തുന്നു. അവളെ എടുത്തു വെച്ച എന്റെ ഡ്രസ് ബാഗ് പോലും ഞാനല്ല എടുത്ത്, എന്റെ മകനാണ് എടുത്തത്. കാരണം ഞാൻ എടുക്കൂല, വെയിറ്റ് എടുക്കില്ല, കാരണം എന്റെ ഹെൽത്തിനെ ബാധിക്കും, എനിക്ക് എന്റെ ഹെൽത്ത് നോക്കണല്ലോ. അപ്പൊ ഇവള് ഇതല്ലേ നിന്റെ ഡ്രസ്, ഞാൻ പറഞ്ഞു ഇതല്ല, ഇതിന്റെ കൂടെ ഇനിയും ഉണ്ടല്ലോ ഡ്രസ്സ്, 4-5 ജോഡി ഡ്രസ്സ്, ആ ഷൂട്ടിന് വേണ്ടി തന്ന ഡ്രസ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇവിടെ കാണുന്നില്ല, നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവള് തന്നെ തപ്പി എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി ഞാൻ വന്ന പുറത്ത് വെയിറ്റ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഹാളിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അനു ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് കാര്യം എന്ന് ചോദിച്ചതിന്റെ ആണ് ഞാൻ ഫോൺ ഓൺ ആക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് എന്റെ ഡ്രസ്സ് തന്നാലും ഞാൻ പോവും, ഞാൻ പണി സൈറ്റിൽ നിന്നാണ് വരുന്നത്, എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല, നീ നിന്റെ വിഷയം നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എന്നെ ഇതിനകത്ത് ഇടപെടുത്തരുത്. ഞാൻ അത് തന്നെ പറഞ്ഞു, എന്നെ ഇടപെടുത്തരുത് എന്ന് തന്നെ പറഞ്ഞു, മാന്യമായി തന്നെ പറഞ്ഞു. അപ്പത്തേക്കും ഇവള് ഫോണില് കണ്ടോ ഇവക്ക് എന്താ പറഞ്ഞാല് എന്താ ചേച്ചി ഇവക്ക് പറഞ്ഞാല്, ഫിജോന്നോ അങ്ങനെ എന്തോ ഒരു പേരാ വിളിച്ചത് അവള്. അല്ല എനിക്കെന്റെ പേരറിയില്ല, അങ്ങനെ എന്തോ ഒരു പേരാ വിളിച്ചത്. അപ്പൊ കേട്ടോ ചേച്ചി കേട്ടോ, ഇവള് പറയുന്നത് കേട്ടോ, ഇവക്ക് എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ വീണ്ടും അവള് ഷൗട്ട് ചെയ്യോ, പെട്ടെന്ന് ഷൗട്ട് ചെയ്യുവോ. അപ്പൊ ഞാൻ വേഗം ഇറങ്ങി ഇങ്ങനെ പോകുന്നു. അപ്പത്തേക്ക് ഇവള് വന്നിട്ട് എന്നെ വാതിലിന്റെ അവിടെ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നീ പുറത്തു പോകാൻ പറ്റില്ല, പെരക്കകത്ത് നിൽക്കണം, ദേവു നീ വാതിലടയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ദേവുവിനോട് പറഞ്ഞു, ദേവു നീ ഇതിനകത്ത് ഇടപെടുത്ത് മാറിക്കുന്നു പറഞ്ഞു. ദേഷ്യപ്പെട്ടു, അന്നേരം ഞാൻ ദേഷ്യപ്പെട്ടു തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ തനുവിന് ഭയങ്കരമായിട്ട് നീ പുറത്തിറങ്ങാൻ പറ്റില്ല, അകത്ത് കയറുന്ന ഷൗട്ട് ഇടുക. അപ്പൊ അപ്പുറത്തെ വീട്ടുകാരത്ത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആരോ ജനാലിൽ കൂടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ദേഹത്തോടെ മാറിയിക്കടി, നിന്റെ കൈ എടുക്കടി എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൈ തട്ടി മാറ്റിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ആ പുറത്തിറങ്ങുന്ന സമയത്താണ് ഇവിടെ ആ ലൈവ് വീഡിയോ ഇടുന്നത്. അപ്പൊ ഈ ഫോണിൽ ആരോ കണക്റ്റഡ് ആണ്, ഈ ഫുജി എന്ന് പറഞ്ഞ ആള് കണക്റ്റഡ് ആണ്. അപ്പൊ അവര് പറയുന്നുണ്ട്, അനു മനഃപൂർവ്വം നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതാണ്. അവരവിടുന്ന് പറയുന്നുണ്ട് അങ്ങനെ, അവള് വേറെ എന്തോ ചിന്തയായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞ ദിവസം ഞാൻ നിന്നെ നോട്ട് ചെയ്ത, പിന്നെ ഞാൻ അതിന് ശേഷം നിന്നോട് സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ ഈ വോയിസ് തന്നെ പറഞ്ഞു, നിന്നോട് സംസാരിച്ചിട്ടില്ല. നീ എന്റെ അടുത്ത് പറഞ്ഞു സമീറ പറഞ്ഞു എന്ന് പറഞ്ഞ് നീ എന്നോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു.